എന്താച്ചാ വിഷമിച്ചിരിക്കണേ? സന്തോഷിക്കാൻ വേണ്ടി ഇവിടെ ഒന്നും നടക്കുന്നില്ലല്ലോ. രണ്ടും കൽപ്പിച്ച് നിന്റെ അമ്മേനോട് സംസാരിക്കാന്ന് വിചാരിച്ച അതല്ല ആ മായ ഇല്ലാണ്ടാക്കിയില്ലേ? അച്ഛാ, മായമ്മയ്ക്ക് അച്ഛനെക്കാളും ബുദ്ധിയുണ്ട്. അച്ഛൻ ഏത് നമ്പർ ഇറക്കിയാലും മായമ്മ അത് പൊളിക്കും. അച്ഛാ, മായമ്മ അപ്പൊ ഇവിടെ ഇല്ലല്ലോ. അപ്പൊ അച്ഛൻ അമ്മേനെ പെട്ടെന്ന് കൺവിൻസ് ചെയ്യാ. മായ പോകുന്നതിന് മുമ്പ് ഞാൻ അതല്ലേ ട്രൈ ചെയ്തത്. പക്ഷെ എല്ലാം ചെയ്ത് ഞാനാണെന്ന് ചാപ്പ കുത്തിയിട്ടല്ലേ ആ മായ പോയത് ഇവിടുന്ന്. ഇനിയിപ്പൊ എന്ത് പറഞ്ഞാലും ആവണി വിശ്വസിക്കില്ല. എന്നാ ഒരു കാര്യം ചെയ്, ചേച്ചി പറഞ്ഞ പോലെ അച്ഛനാണ് ഇതെല്ലാം ചെയ്തെന്ന് ഇപ്പൊ അമ്മയുടെ അടുത്ത് പറ. ഒരു സോറിയോടും പറഞ്ഞേക്ക്. ഇപ്പൊ അതോളൂ ചെയ്യാൻ. അത് പറയാൻ ചെന്നിട്ട് നിന്റെ അമ്മ കേൾക്കാനൊന്നും തയ്യാറായില്ലല്ലോ. പിന്നെ പറഞ്ഞിട്ടെന്താ കാര്യം? ഒരു വട്ടം പറയാൻ പോയിട്ട് അവളുടെ വായിരിക്കണം മുഴുവൻ ഞാൻ കേട്ടല്ലേ. അതച്ഛൻ കൈ കയറി പിടിച്ചോണ്ടാ. ഇടയ്ക്ക് എന്റെ ഭാര്യയുടെ കയ്യിലല്ലേ ഞാൻ പിടിച്ചേ, അല്ലാണ്ട് വഴി കാണുന്ന പെണ്ണുങ്ങളുടെ കയ്യിലാണ് കയറി പിടിച്ചത്. അമ്മ എവിടെന്ന് ഇറങ്ങി പോവില്ല എന്നല്ലേ വിശ്വാസത്തിലാ ഞങ്ങൾ ഓരോന്നും ചെയ്യണത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, അമ്മ പോവും. അമ്മ പോയി കഴിഞ്ഞാ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ. അവള് പോട്ടെ, അവൾ എവിടെ പോയാലും എനിക്ക് പറയാനുള്ള ഞാൻ അവിടെ ചെന്ന് ഞാൻ പറയും. അല്ലെങ്കിൽ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ ഞങ്ങളോ? ആ നിങ്ങളും ഉണ്ട്. നിന്റെ അമ്മ എവിടെ? അകത്തെവിടെയെങ്കിലും കാണിക്കും. ഞാൻ പോയി ആവണിയോടൊന്ന് സംസാരിക്കാൻ നോക്കട്ടെ. എന്നാ പിന്നെ ഞാൻ അമ്മയുടെ സാധനങ്ങൾ പോയി പാക്ക് ചെയ്യാം. അതാവുമ്പോ അമ്മയ്ക്ക് പെട്ടെന്ന് പോവാലോ. നെഗറ്റീവ് എന്ത് പറഞ്ഞാലും നെഗറ്റീവ് പറഞ്ഞോളൂ. നീ നിന്റെ അമ്മയുടെ ഡ്രസ്സ് പോയി പാക്ക് ചെയ്യണതിന്റെ ഇടയിലേ നിന്റെ ഡ്രസ്സ് കൂടെ പാക്ക് ചെയ്തോണ്ട് വെക്ക്. എന്നിട്ട് പോ, എല്ലാരും കൂടെ എങ്ങനെയാന്ന് വെച്ചാ പോ. അച്ഛാ, ഞാൻ ചുമ്മാ അറിഞ്ഞല്ലേ. അച്ഛൻ പോയി ധൈര്യമായി സംസാരിക്കി. ആ അങ്ങനെ വല്ല നല്ല രണ്ട് വർത്താനം പറ. ഞാൻ പോയി അമ്മേനോട് ചെന്ന് സംസാരിക്കട്ടെ. എന്താവോ എന്തോ.